السلام عليكم. مرحبا بكم إلى صف اللغة العربية مرة أخرى. كيف الحال؟ شو أخبارك؟ تمام؟ الحمد لله. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഓക്കെ, വെരി ഗുഡ്. അഹ്സൻതും. ഇന്ന് നമ്മൾ എടുക്കുന്നത് 6ാം ക്ലാസ്സിൻ്റെ 6ാമത്തെ ക്ലാസ്സാണ്. ഇതിൻ്റെ മുൻപ് 5 ക്ലാസ്സുകൾ നമ്മൾ 6ാം ക്ലാസ്സിന് വേണ്ടി എടുത്തു. ഇത് പറയാൻ കാരണം ചില കുട്ടികളൊക്കെ പേഴ്സണലായിട്ട് ചോദിച്ചു വാട്സാപ്പിലൂടെയും മറ്റും, സാറേ 3ാമത്തെ ക്ലാസ് കിട്ടിയിട്ടില്ലല്ലോ, സാറേ 5ാമത്തെ ക്ലാസ് കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ. അവരോട് ഞാൻ പറഞ്ഞത്, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും ചില ക്ലാസ്സുകൾ നിങ്ങൾക്ക് മിസ്സാവുന്നത്. അതുകൊണ്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ അമർത്തിയാൽ ഓരോ ക്ലാസ്സും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കൃത്യമായി നമുക്ക് ലഭിക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ആദ്യം നമ്മൾ ഈ ചാനൽ നമ്മൾ ആരംഭിച്ചത് 6ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സാണ്. 5ഉം 7ഉം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ആ ക്ലാസ്സിൽ പഠിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരോടും വിവരം പറയുക, ഈ ചാനലിനെ കുറിച്ച് അവരോടും സംസാരിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. മാദാ ഫഹിംന ഫി ദർസിൽ മാളി. നഅം, മാദാ ഫഹിംന ഫി ദർസിൽ മാളി. കതബ്ന ഫി ദർസിൽ മാളി മുദക്കിറ അനി സുബാഹ. മുദക്കിറ അനി സുബാഹ അല്ലേ? എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഖിസ്സത്തു യാസിർ. കതബ്ന ഫി ദർസിൽ മാളി മുദക്കിറ അനി സുബാഹ. നഅം, മുദക്കിറ അനി സുബാഹ മിൻ ഖിസ്സത്തി യാസിർ. അതാണല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പഠിച്ചത്. നഅം, യെസ്. അസ്സുബാഹ അസ്സുബാഹ റിയാദ ബദനിയ അല്ലേ? സ്വിമ്മിങ് എന്ന് പറയുന്നത് ശാരീരികമായ ഒരു പ്രവൃത്തിയാണ്. ഹിയ തുസീദുൽ ജിസ്മ ഖുവ്വതൻ വനശാത. ശരീരത്തിന് അതെന്ത് ചെയ്യുന്നു? ശക്തിയും അതേപോലെ തന്നെ ഉന്മേഷവും അധികരിപ്പിക്കുന്നു. വതുഖവ്വിൽ അദലാത്ത്. പേശികൾക്ക് ബലം നൽകുന്നു. വഹിയ തുൻഷിത്തുൽ അഖ്ല വതുഅത്തിൽ ജിസ്മ സിഹ. അല്ലേ? എന്തൊക്കെയാണ്? നമ്മുടെ ബ്രെയിനിനെ, ബുദ്ധിയെ അത് ആക്റ്റീവാക്കുന്നു, ശരീരത്തിന് ആരോഗ്യം നൽകുകയും ചെയ്യുന്നു. വതുസാഇദുൽ ഇൻസാന ബിസലാമത്തി നഫ്സ്. അല്ലേ? നമ്മളെ സ്വയം തന്നെ ആത്മരക്ഷയ്ക്ക് അത് സഹായിക്കുന്നു. അസ്സുബാഹ തുൻഖിദുൻ നാസ മിനൽ ഗർഖി വൽ ഹലാക്ക്. സ്വിമ്മിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആളുകളെ മുങ്ങലിൽ നിന്നും നാശത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഇതാണ് ഇത്രയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. നഅം, യെസ്. ഹൽ കതബ്തും വഅർസൽതും ഇലാ അസാതിദതികും ഫി വാട്സ്ആപ്പ് വഹസൽതും സവാബ്. മാഷാ അല്ലാഹ്, മബ്റൂക്ക്. നഅം, അഹ്സൻതും. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് എഴുതിയിട്ട് ഉസ്താദുമാർക്ക്, ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തല്ലോ. എന്നിട്ട് അവരിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റാറും അതേപോലെ തന്നെ ശരിയൊക്കെ കിട്ടിയല്ലോ. വെരി ഗുഡ്, അഹ്സൻതും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഹൽ അൻതും തുഹിബ്ബൂന യാസിർ? നഅം. ഹൽ അഅജബകും ഖിസ്സത യാസിർ? നിങ്ങൾക്ക് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? യാസിറിനെ കുറിച്ചുള്ള ഈ സ്റ്റോറി യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമായി? എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി, ഭയങ്കര സന്തോഷം തോന്നി, വല്ലാത്തൊരു സന്തോഷം ഫീൽ ചെയ്തു. യാസിറിൻ്റെ ഒരു ധീരതയും ആ കഥയും വായിച്ചപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ അനുഭവപ്പെട്ടത്? നഅം, യാസിർ. ഖിസ്സത്തു യാസിർ. ആരെഴുതി യാസിർ? അൻതും തദ്കുറൂൻ? നഅം, യാസിർ. പറയൂ, ആരെഴുതി യാസിർ? കാന യാസിർ വലദൻ ശുജാഅൻ. അല്ലേ? കാന യാസിർ വലദൻ ശുജാഅൻ, ധീരനായ ഒരു കുട്ടി. യസ്കുരു ഫി ദഫ്വത്തി നഹരി. നഅം, മറത്തൻ. അല്ലേ? പുഴയോരത്ത് താമസിക്കുന്ന ധീരനായ ഒരു കുട്ടിയായിരുന്നു യാസിർ. മറത്തൻ കാന യർജിഉ മിനൽ മദ്രസത്തി ഇലാ ബൈതിഹി. ഒരിക്കൽ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴി സമിഅ സുറാഹം മിൻ ഖൽഫിഹി. എന്ത് കേട്ടു? ഒരു ശബ്ദം കേട്ടു. ഫൽതഫത വഅസ്റഅ ഇല സൗതി. കാന സൗതു രാജു. എന്തായിരുന്നു കേട്ടത്? രാജുവിന്റെ ശബ്ദമായിരുന്നു. കാന രാജു യഗ്റഖു ഫിൽ മാഇ. കാന രാജു യഗ്റഖു ഫിൽ മാഇ. രാജു എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്താ ചെയ്തത്? ഫഅൻഖദഹു മിനൽ ഗർഖി. അൻഖദ യാസിർ രാജു മിനൽ ഗർഖി. അല്ലേ? യാസിർ രാജുവിനെ മുങ്ങലിൽ നിന്ന് രക്ഷപ്പെടുത്തി.
ഫഅസ്റഅ ഇലൈഹി വഅൻഖദഹു മിനൽ മാഇ, വെള്ളത്തിലെ മുങ്ങലിൽ നിന്ന് യാസിർ രാജുവിനെ രക്ഷപ്പെടുത്തി. പിന്നെ നമ്മൾ എന്തൊക്കെയാ ഇത് നമ്മൾ പഠിച്ചു. വകതബ്ന അൽ ജവാബ് ലിസ്സുആലി, അല്ലേ? കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരങ്ങൾ നമ്മൾ എഴുതി. വഫഹിംന അൽ മുഫറദാത്ത് വൽ ജുമുഅ, ഫഹിംന അൽ മുഫറദാത്ത് വൽ ജുമുഅ, സിംഗുലറും പ്ലൂരലും, മുഫ്രദും ജംഉം, ഏകവചനവും ബഹുവചനവും ഒക്കെ നമ്മൾ പഠിച്ചു. പിന്നെയോ ثم درسنا الحوار بين مراسل صحفي وياسر. നعم, ഹിവാർ ബൈന മുറാസിൽ സുഹ്ഫി വയാസിർ, അല്ലേ? അത് നമ്മൾ പഠിച്ചില്ല. അൽ ഹിവാറും ബൈന മുറാസിൽ സുഹ്ഫി വയാസിർ, പത്രപ്രവർത്തകനും യാസിറിനും അടക്കം നടന്ന ഒരു ഹിവാർ, സംഭാഷണം, അതും നമ്മൾ പഠിച്ചു, അല്ലേ? ഇനിയും നമ്മൾ ചിലത് കൂടി പഠിച്ചു. അൽ അദവാത്തുൽ ഇസ്തിഫാമിയ, അൽ അദവാത്തുൽ ഇസ്തിഫാമിയ മിസ്ല കൈഫ, ഹൽ, ഐന, ആ, അയ്യു, മാ, അല്ലേ? ഇതേപോലെയുള്ള കുറെ ചോദ്യത്തിന് ഉപയോഗിക്കുന്ന പദങ്ങൾ, ഇത് വെച്ചിട്ടൊക്കെ നമ്മൾ കുറെ സെന്റൻസ് ഉണ്ടാക്കി, അല്ലേ? അതൊക്കെ നമ്മൾ പഠിച്ചു. അഖീറൻ കതബ്ന അൽ മുദക്കിറ അനിസ് സുബാഹ, അവസാനമാണ് നമ്മൾ എന്ത് ചെയ്തത്? സുബാഹത്തിനെ കുറിച്ചുള്ള ഒരു മുദക്കിറ, ഒരു കുറിപ്പ് നമ്മൾ തയ്യാറാക്കി ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് ആ ഭാഗം അവിടെ തീർന്നു. ഇനി നമ്മൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് പാർട്ടിലേക്ക്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോകണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. നാം അൽഹീൻ സഫ്ഹ ഖാമിസ് ആഷർ, പേജ് 15. നഖറ അവ്വലൻ, ആദ്യം നമ്മളൊന്ന് വായിക്കുന്നു, നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോവാം. കണ്ടല്ലോ, സ്ക്രീനിൽ നോക്കുക. ജറത്ത് ഹഫ്ലത്തു തഹ്നിഅ ബിരിആസത്തി റഈസി അൽ ഖറവിയ്യ. قدم رئيس الوزراء الوسام إلى ياسر وهنأه في خطبته. نقرأ ونفهم. فخر القرية. أيها الحفل الكريم، أحييكم جميعا بتحية طيبة مباركة، وأسعد الله أوقاتكم بكل خير. اجتمعنا في هذه القاعة لتكريم ولد شجاع، وهو فخر قريتنا ونجم مجتمعنا. ياسر طالب الصف السادس أنقذ صديقه راجو من الغرق، وفي هذه المناسبة أهنئ ياسرا على هذا العمل المبارك. ولدنا ياسر طالب مثالي لأنه استعد لتضحية حياته لأجل الآخرين. الإنسان لا بد أن يساعد الآخرين في وقت الشدة دون أي تفرقة من الأديان والأجناس، ولا بد أن يشارك في السراء والضراء. نعم طيب, എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? കംപ്ലീറ്റ് വായിച്ചില്ല, അതിൻ്റെ അവസാന ഭാഗം കുറച്ചും കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പിന്നീട് വായിക്കാം. എന്താണ് നിങ്ങൾക്ക് ആ വായിച്ചതിൽ നിന്ന് മനസ്സിലായത്? ഇത് എന്താണ് സംഭവം? എന്താണ്? നഅം അഹ്സൻത, ഖുത്ബ, അതെ, ഒരു പ്രഭാഷണമാണ്, ഒരു പ്രസംഗമാണ്, അറബിയിലുള്ള ഒരു പ്രസംഗം. തയ്യബ്, നിങ്ങൾ അറബിയിൽ പ്രസംഗം കേട്ടിട്ടുണ്ടോ? ഇത്തരം പ്രോഗ്രാമുകൾ സ്കൂളിലൊക്കെ ഉണ്ടാവാറില്ലേ? എന്താണ് ഇപ്പോൾ ആക്ച്വലി ഇവിടെ നടക്കുന്നത്? യെസ്, മനസ്സിലായല്ലോ. അതാണ്. എന്താണ് ചിത്രത്തിൽ നമുക്ക് കാണാം. നോക്കൂ, ചിത്രത്തിൽ എന്താ കാണുന്നത്? യെസ്, യാസിറിന് എന്ത് കൊടുക്കുന്നു? കപ്പ് കൊടുക്കുന്നില്ലേ? ഓക്കെ, അവാർഡ് കൊടുക്കുകയാണ്. എന്തിനുള്ള അവാർഡ്? അവാർഡാണ് കൊടുക്കുന്നത്? A+ കിട്ടിയതിനാ? അല്ല, പിന്നെ എന്താണ്? നഅം, ധീരതക്കുള്ള അവാർഡ്. കാരണം യാസിറാണ് അവൻ്റെ സുഹൃത്തിനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി തൻ്റെ ജീവൻ തന്നെ ത്യജിക്കാൻ തയ്യാറായത്, അല്ലേ? അതുകൊണ്ട് തന്നെ ധീരതക്കുള്ള അവാർഡ്. നിങ്ങൾ കേട്ടില്ലേ ധീരതക്കുള്ള അവാർഡിനെ കുറിച്ച്? മുഖ്യമന്ത്രിയുടെ അവാർഡ്, ധീരതയ്ക്ക് മുഖ്യമന്ത്രി അവാർഡ് കൊടുക്കാറുണ്ട്, ധീരതയ്ക്ക് രാഷ്ട്രപതി അവാർഡ് കൊടുക്കാറുണ്ട്. ഇവിടെ സ്കൂളിൽ വെച്ച് സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമിൽ
മുഖ്യമന്ത്രി തന്നെ അവാർഡ് കൊടുക്കുകയാണ് ആർക്ക്? യാസിറിന്. യാസിർ ഇത്രയും ധീരമായ ഒരു കാര്യം ചെയ്തതിന്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെ മുഖ്യമന്ത്രിയുടെ പ്രഭാഷണമാണ്, സംസാരം. പക്ഷേ അതിൻ്റെ അറബി പാഠമാണ്, അറബി വേർഷനാണ്, അറബിക് പ്രസംഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മുൻപ് നിങ്ങൾ ഇതേപോലത്തെ അറബി പ്രസംഗം കേട്ടിട്ടുണ്ടോ? ചിലരൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. എവിടുന്നാ കേട്ടത്? ടി വിയിൽ നിന്ന്. ഓക്കെ, ടി വിയിൽ നിന്ന്. പിന്നെയോ യൂട്യൂബിൽ നിന്ന്. ഓക്കെ, യൂട്യൂബിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ ഇഷ്ടം പോലെ അറബി പ്രഭാഷണങ്ങൾ കേൾക്കുവാൻ സാധിക്കും. ഇതേപോലെയുള്ള ഒരു സാഹചര്യത്തിലുള്ള ഒരു കൊച്ചു അറബി പ്രസംഗം നമുക്കൊന്ന് കേട്ടാലോ? ഓക്കെ, ഇഷ്ടമാണല്ലോ അല്ലേ? ഇൻഷാ അല്ലാ കേൾത്തോളൂ. أيها الرئيس الفاضل والطلاب الأعزاء، السلام عليكم ورحمة الله. نحن اجتمعنا في هذه الحفلة لتهنئة داوود. داوود ولد شجاع، وهو الآن فخر قريتنا، لأنه استطاع أن ينقذ صديقنا من الغرق، وهو يعلم السباحة، فعلينا أن نحسن السباحة. وأقدم الشكر والتقدير لحبيبنا داوود، واختتم كلامي هذا. السلام عليكم ورحمة الله. നാം കേട്ടല്ലോ, നിങ്ങൾ മനസ്സിലായോ? നിങ്ങൾക്ക് ആ മോള് പ്രസംഗിച്ചത്? ഇതേപോലെയുള്ള ഒരു അവസരം കിട്ടുമ്പോൾ നിങ്ങളൊക്കെ പ്രസംഗിക്കണം അല്ലേ? സ്കൂളിലൊക്കെ അറബിയിൽ സംസാരിക്കാൻ വേണ്ടി അറബി ക്ലബിൻ്റെ കീഴിലൊക്കെ അവസരങ്ങൾ ഉണ്ടാവാറില്ലേ? അപ്പോൾ പേര് വിളിച്ചാൽ അയ്യോ എന്നെ കൊണ്ട് വയ്യേ എന്നൊന്നും പറഞ്ഞ് മാറി നിൽക്കരുത്. അറബിക് സാറിനോട്, അറബിക് ടീച്ചറോട് ഒരു ചെറിയ പ്രസംഗം എഴുതി തരാൻ വേണ്ടി പറയുക, ബൈഹാട്ടാക്കുക, പ്രസംഗിക്കുക. തയ്യും ഇൻഷാ അല്ലാ. അപ്പോൾ ഈ പ്രസംഗത്തിൽ ഈ ഒരു സിറ്റുവേഷൻ നമുക്കൊന്ന് നോക്കാം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ആ കേട്ടതിൻ്റെ അർത്ഥവും മനസ്സിലാകും. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആ പ്രസംഗത്തിൽ ഏറെക്കുറെ പറഞ്ഞത്. നോക്കാം നമുക്ക്. ജറത്ത് ഹഫലത്തു തഹ്നിയ ബിറിആസത്തി റഈസിൽ ഖറവിയ്യ. എന്താ പറഞ്ഞത്? ഇവിടെ ഒരു ഹഫലത്തു തഹ്നിയ നടക്കാമാണ്. ഹഫലത്തു തഹ്നിയ എന്ന് വെച്ചാൽ അനുമോദന സമ്മേളനം. ആരെയാ അനുമോദിക്കുന്നത്? യാസിറിനെ. അപ്പോൾ അത് നടന്നു. ബിരിആസത്തി റഈസി അൽ ഖറവിയ്യ. ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അധ്യക്ഷതയിൽ ചേർന്ന ഒരു സമ്മേളനം. ഖദ്ദമ റഈസുൽ വുസറാ, വസീർ വുസറാ, റഈസുൽ വുസറാ. ഖദ്ദമ എന്ന് വെച്ചാൽ സമർപ്പിച്ചു, നൽകി. ആരാ നൽകിയത്? റഈസുൽ വുസറാ. വസീർ എന്താണ്? യെസ്, നഅം, അഹ്സൻത, മന്ത്രിയാണ്. വസീർ. വുസറാ എന്നുള്ളത് അതിന്റെ ജമ. റഈസുൽ വുസറാ എന്ന് പറയുമ്പോൾ ആരാണ്? മന്ത്രിമാരുടെ നേതാവ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ആരാണ്? ചീഫ് മിനിസ്റ്ററാണ്, CM അഥവാ മുഖ്യമന്ത്രിയാണ്. നാം അൽ വിസാം. വിസാം എന്ന് വെച്ചാൽ മെമൻഡോ അല്ലെങ്കിൽ ഷീൽഡ് അല്ലെങ്കിൽ കപ്പ്. നാം ഇലാ യാസിർ. ആർക്കാ കിട്ടിയത്? യാസിറിന് കൊടുത്തു. വഹന്നഹു ഫീ ഖുത്ബത്തിഹി. അവനെ തഹ്നിയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. നാം ഹന്ന, അവനെ അനുമോദിക്കുകയും ചെയ്തു. ഫി ഖുത്ബത്തിഹി, അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ, പ്രസംഗത്തിൽ. അപ്പൊ ആ പ്രസംഗം നമുക്കൊന്ന് നഖറഅ വനഫം, വായിക്കാം, മനസ്സിലാക്കാം. ഈ പ്രസംഗം നമ്മൾ വായിക്കുമ്പോൾ നേരത്തെ കേട്ട പ്രസംഗത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഫഖറുൽ ഖറിയ. എന്താ ഫഖർ? നാം ഫഖർ എന്ന് വെച്ചാൽ യെസ്, അഹ്സൻത, അഭിമാനം. ഫഖറുൽ ഖറിയ. ഖറിയത്ത് എന്താണ്? ഖറിയത്ത്, നാം ഖറിയത്ത് ഗ്രാമം, യെസ്, വില്ലേജ്. ഫഖറുൽ ഖറിയ, ഗ്രാമത്തിന്റെ അഭിമാനം. നോക്കൂ, അയ്യുഹൽ ഹഫ്ലുൽ കരീം. അയ്യുഹൽ ഹഫ്ലുൽ കരീം, പ്രിയപ്പെട്ടവരെ. അയ്യുഹൽ ഹഫ്ലുൽ കരീം എന്ന് വെച്ചാൽ ആ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരെ അഭിസംബോധന ചെയ്യാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ. ഉഹയ്യീക്കും ജമീഅൻ ബിതഹിയ്യത്തിൻ ത്വയ്യിബത്തിൻ മുബാറക. ഉഹയ്യീക്കും, ഞാൻ അഭിസംബോധന ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. ജമിഅൻ, നിങ്ങളെല്ലാവരെയും അഭിസംബോധന ചെയ്യാണ്. തഹിയ്യ ത്വയ്യിബ മുബാറക, ഏറ്റവും നല്ല എന്താണ്? തഹിയ്യത്തൻ, അഭിവാദ്യങ്ങൾ. ത്വയ്യിബത്തൻ, ഏറ്റവും നല്ലത്. മുബാറക്കൻ, അനുഗ്രഹീതമായ, ഏറ്റവും ഐശ്വര്യപൂർണമായ നിലക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സംബോധന ചെയ്യുന്നു. വഅസ്അദല്ലാഹു ഔഖാതകും. അസ്അദ് അല്ലാഹു എന്ന് വെച്ചാൽ എന്താണ്? അസ്അദ, നിങ്ങളെ അല്ലാഹു നിങ്ങളെ സന്തോഷത്തിലാക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കട്ടെ.
ഔക്കാത്തക്കും നിങ്ങളുടെ സമയത്തിൽ ബികുല്ലി ഖൈരിൻ എല്ലാ നിലക്കും അള്ളാഹു നിങ്ങൾക്ക് ഖൈർ നൽകട്ടെ, നിങ്ങളെ സമയം സന്തോഷകരമാക്കട്ടെ, അതേപോലെ തന്നെ നിങ്ങളെ അള്ളാഹു എല്ലാ നിലക്കും സന്തോഷിപ്പിക്കട്ടെ. ഇജ്തമഅനാ ഫീ ഹാദിഹിൽ ഖാഅ ലിതക്രീമി വലദിൻ ശുജാഇൻ. ഇജ്തമഅന നേരത്തെ നമ്മൾ പഠിച്ചല്ലോ, ജുമഅ ഒക്കെ പറഞ്ഞ യെസ് ഇജ്തമഅന നഅം നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഫീ ഹാദിഹിൽ ഖാഅ, ഖാഅത്ത് എന്താണ്? ഖാഅത്ത് ഓഡിറ്റോറിയം ഹാള്. ഫീ ഹാദിഹിൽ ഖാഅ ഈ ഓഡിറ്റോറിയത്തിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ലിതക്രീമി വലദിൻ ശുജാഇൻ, ലിതക്രീം ആദരിക്കുന്നതിന് വേണ്ടിയാണ്. വലദിൻ ഷുജായിനാരെ ധീരനായ ഒരു കുട്ടിയെ, ഷുജാ നേരത്തെ നമ്മൾ പഠിച്ചതാണല്ലോ അതൊക്കെ. വലദിൻ ഷുജായിൻ ഒരു ധീരനായ കുട്ടിയെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വഹുവ ഫഖ്റു ഖറിയത്തിനാ, മാത്രമല്ല അവൻ എന്താണ്? വഹുവ ഫഖ്റു ഖറിയത്തിന നമ്മുടെ ഗ്രാമത്തിൻ്റെ, ഫഖ്റു ഖറിയത്തിന ഫഖ്ർ അഭിമാനമാണ് അവൻ. ഇപ്പോഴവൻ നമ്മുടെ ഗ്രാമത്തിൻ്റെ അഭിമാനമായി മാറിയിരിക്കുന്നു. വനജ്മു മുജ്തമഇന, നജ്മ് നമ്മൾ പഠിച്ചല്ല, നജ്മ് നമുക്ക് ടീച്ചേഴ്സൊക്കെ നജ്മ് നൽകും. ഓക്കെ, സ്റ്റാർ. ഓക്കെ, നജ്മു മുജ്തമഇന, മുജ്തമ എന്ന് വെച്ചാൽ സമൂഹം, നമ്മുടെ സമൂഹത്തിൻ്റെ സ്റ്റാറായി, ഒരു നക്ഷത്രമായി, താരമായി അവൻ മാറുകയും ചെയ്തിരിക്കുന്നു. ആരാണ്? യാസിർ. യാസിറിനെ കുറിച്ചാണ് പറയുന്നത്. താലിബു സഫിൽ സാദിസ്, ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന? സഫിൽ സാദിസ്, 6ാം ക്ലാസ്സിൽ. അൻഖദ സദീഖഹു രാജു, അൻഖദ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അൻഖദ സദീഖഹു രാജു, അവൻ തൻ്റെ കൂട്ടുകാരൻ രാജുവിനെ രക്ഷപ്പെടുത്തി. മിനൽ ഗറഖി, ഗറഖിൽ നിന്ന്, മുങ്ങിപ്പോവലിൽ നിന്ന്. വഫീ ഹാദിഹിൽ മുനാസബ ഉഹന്നിഉ യാസിറൻ, വഫീ ഹാദിഹിൽ മുനാസബ അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ, ഉഹന്നിഉ ഞാൻ അനുമോദിക്കുന്നു, യാസിറൻ ആരെ? യാസിറിനെ. അലാ ഹാദൽ അമലിൽ മുബാറക്, ഹാദൽ അമൽ അൽ മുബാറക് ഈ അനുഗ്രഹീതമായ, ഈ സ്തുത്യർഹമായ, ഈ ഏറ്റവും നല്ല പ്രവൃത്തി അവൻ ചെയ്തതിൽ ഞാൻ അവനെ അനുമോദിക്കുകയാണ്. യെസ്, അടുത്തൊരു ചെറിയ പാരഗ്രാഫ് കൂടി ഒന്ന് നോക്കൂ. വലതുന യാസിർ താലിബൻ മിസാലിയൻ, നമ്മുടെ ഈ കുട്ടി യാസിർ താലിബൻ മിസാലിയൻ ഒരു മാതൃകാ വിദ്യാർത്ഥിയാണ്. മോഡൽ ബോയ് അല്ലെങ്കിൽ മോഡൽ സ്റ്റുഡൻറ് അല്ലേ? മാതൃകാ വിദ്യാർത്ഥി. മിസാലി എന്ന് വെച്ചാൽ മാതൃകയുള്ള, മാതൃകയാക്കാൻ പറ്റുന്ന അല്ലേ? അവൻ ചെയ്തത് വളരെ നല്ല കാര്യമല്ലേ? അപ്പൊ നമുക്കും അതേപോലെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവൻ വളരെ മാതൃകായോഗ്യനാണ്. ലി അന്നഹു ഇസ്തഅദ്ദ ലിതദ്ഹിയത്തി ഹയാതിഹി, കാരണം അവൻ ഇസ്തഅദ്ദ ഒരുങ്ങി, തയ്യാറായി. എന്തിന്? ലിതദ്ഹിയത്തി ഹയാതിഹി, എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ്റെ ജീവിതം തന്നെ ത്യജിക്കാൻ, സമർപ്പിക്കാൻ അല്ലേ? വെള്ളത്തിലേക്ക് എടുത്തു ചാടി മറ്റവനെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾക്ക് തന്നെ എന്തോ അപകടം സംഭവിക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് യാസിർ വെള്ളത്തിലേക്ക് ചാടാൻ തയ്യാറായത്, അവനെ തന്നെ സമർപ്പിക്കാൻ തയ്യാറായത്. ലി അജലിലാഹരീൻ, മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെ? മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ത്യാഗമാണ്. അതാണ് യാസിർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ അവാർഡ് കൊടുക്കുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. അൽ ഇൻസാനു, മനുഷ്യൻ, അറിയാലോ. നഅം ലാബുദ്ദ, എന്താണ്? അനിവാര്യമാണ്. അൻയുസാഇദ, മനുഷ്യന് അനിവാര്യമാണ്, മനുഷ്യൻ ചെയ്യണം. എന്ത് ചെയ്യണം? അയുസായിദുൽ-ആഖരീൻ, സാഅദ യുസായിദു, സഹായിക്കുക. നഅം അൽ-ആഖരീൻ, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മളൊക്കെ ചെയ്യണം അത്. ഫി വക്തി ഷിദ്ദത്തി, എപ്പോ? ഫി വക്തി നഅം ടൈം, സമയം. ഫി വക്തി ഷിദ്ദ, പ്രയാസം വരുന്ന സമയത്ത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കൊറോണ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർ, ഭക്ഷണം ഇല്ലാത്ത ആളുകൾ, അസുഖം ബാധിച്ചവർ, പലതരത്തിലുള്ള ആളുകളുണ്ടാവും. അവരെയൊക്കെ സഹായിക്കേണ്ടത് നമ്മുടെയൊക്കെ ഡ്യൂട്ടിയല്ലേ? നമ്മളെ വീട്ടിൽ വളരെ ഉഷാറാണെങ്കിൽ നമ്മളെ വീട്ടിൽ മാത്രം നോക്കിയാൽ പോരാ, പരിസരത്തൊക്കെ എന്താണ് അവസ്ഥ, അയൽവാസികളുടെ അവസ്ഥ എന്താണ്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? അത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. കൊറോണ കാലത്തും അല്ലാത്ത സമയത്തൊക്കെ നമ്മളത് ചെയ്യണം. അവരുടെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ അന്വേഷിക്കണം. ദൂന അയ്യ തഫ്രീഖത്തിൻ, ഒരു വ്യത്യാസവും കൽപ്പിക്കാൻ പാടില്ല, ഒരു വ്യത്യാസവും കൽപ്പിക്കാൻ പാടില്ല. തഫ്രീഖത്ത് ഫർക്ക് അല്ലേ? ഫർക്ക് തഫ്രീഖത്ത്, ഒരു വ്യത്യാസവും കൽപ്പിക്കാൻ പാടില്ല. മിനൽ അദിയാനി വൽ അജ്നാസി,
മതമേതാണെന്ന് നോക്കിയിട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അജ്നാസ് എന്ന് വെച്ചാൽ എന്താണ്, ജിൻസ്, ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ന് നോക്കിയിട്ടോ ഒന്നുമല്ല. അവള് പെൺകുട്ടിയല്ലേ, അവളെ കാര്യം ഞാൻ എന്തിനാ നോക്കണം, അങ്ങനെ പറയാൻ പാടില്ല. അവൻ വേറെ മതക്കാരനല്ലേ, ജാതിക്കാരനല്ലേ എന്നൊന്നും പറയാൻ പാടില്ല. മനുഷ്യരെന്നുള്ള നിലക്ക് നമ്മളെല്ലാവരും ഒരുപോലെയാണ്. പരസ്പരം സഹായിക്കൽ നമ്മുടെയൊക്കെ ബാധ്യതയാണ് എന്ന് ആരാ നമ്മളെ പഠിപ്പിച്ചത്? യാസിറാണ് ഈ സംഭവത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത്, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് അത് തന്നെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. യാസിർ നമ്മളെ ആ പാഠം പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് യാസിറിന് അവാർഡ് കൊടുക്കുന്നത്. വലാ ബുദ്ദ അൻ യുശാരിക ഫിസ്സറാഇ വല്ലറാഇ, മറ്റുള്ളവരുടെ സന്തോഷത്തിലും അതേപോലെ തന്നെ പ്രയാസത്തിലും, സറാ സന്തോഷം, ലറാഇ വിപത്ത്, പ്രയാസം, ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പങ്കുചേരണം. സന്തോഷത്തിൽ മാത്രം പങ്കുചേരുക, പ്രയാസത്തിൽ പങ്കുചേരാതിരിക്കുക, അല്ലെ? ഒരു കവിതയിൽ പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിഴൽ മാത്രം വരും, അല്ലെ? കരയുമ്പോൾ കൂടെ കരയാൻ നിഴൽ മാത്രം, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ഒരുപാട് ആൾ. അങ്ങനെ ആകാൻ പാടില്ല. സന്തോഷത്തിലും സന്താപത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ നമ്മൾ മറ്റുള്ളവരെ കൂടി പങ്കെടുപ്പിക്കണം. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ പ്രയാസത്തിൽ നമ്മൾ പങ്കെടുക്കണം. അങ്ങനെ അവർക്കൊരു പ്രയാസം വരുമ്പോൾ സഹായിക്കാൻ നമ്മൾ തയ്യാറാവണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ പറഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് അതിൻ്റെ സ്വല്പ ഭാഗം കൂടി ബാക്കിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇതിൽ കുറച്ച് പദങ്ങൾ, കുറച്ച് പുതിയ പദങ്ങളാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ ഏറെക്കുറെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ് ചിലതൊക്കെ. ബാക്കി പദങ്ങൾ കൂടി, മുഴുവൻ പദങ്ങളും നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക, എഴുതിയെടുക്കുക, നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. സന്തോഷകരമായിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ തുടർച്ചയുമായി വളരെ അടുത്ത ഒരു ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം. نعم إلى اللقاء مع السلامة. السلام عليكم ورحمة الله. شكرا لكم.